ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയും ശ്രുതിയും ചന്ദ്രയും കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വരാന്തയിൽ ഒരു പെണ്ണ് കിടന്ന് ഉറങ്ങുന്ന സീനാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പേടിച്ചു പോയി. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ എടി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. ഇത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര, രേവതി നീ അങ്ങനെ വിളിക്കല്ലേ, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ചാടി എണീക്കും. അവളുടെ കയ്യിൽ വല്ല കത്തി ഉണ്ടെങ്കിലോ, അതോടെ നമ്മുടെ കഥ തീരൂലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി, നീ സച്ചിയെ പോയി വിളിക്കുക എന്ന് പറയാണ്. അയ്യേ, സച്ചിയേട്ടനെയോ? സച്ചിയേട്ടനെ വിളിക്കേണ്ട കാര്യമില്ല അമ്മേ, ഇവളെയൊക്കെ ഞാൻ തീർത്തോളാം, ഞാനേ അടുക്കളയിൽ പോയി ഒരു വടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് ഓടുകയാണ്. ശ്രുതിയാണെങ്കിൽ കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ഇങ്ങ് നിൽക്കുക, കോലം വരക്കണമല്ലോ ഒറ്റല നനച്ചിട്ട്. മുറ്റത്താണെങ്കിൽ അപ്പടി ചവറുവാണല്ലോ. അപ്പോൾ രേവതി ആണെങ്കിൽ ഓടിപ്പോയി 2 വടി എടുത്തിട്ടുണ്ടോ, ഒരു വടി ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുക, രേവതി ഒരു വടി പിടിച്ചേക്കുക. ആഹാ, എത്ര ധൈര്യം വേണം അവൾ നമ്മുടെ വീടിൻ്റെ വാതിക്ക് വന്ന് കിടന്നുറങ്ങാനായിട്ട്, മോഷ്ടിക്കാൻ കരുതായിരിക്കും. എന്നിട്ട് അകത്ത് കിടക്കാനുള്ള വഴുതില്ലാത്തത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കിടന്ന് മയങ്ങി അങ്ങോട്ട് പോയതായിരിക്കും. അതുകൊണ്ട് ഇവിടെ അടിച്ച് ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും രേവതിയും കൂടെ അങ്ങോട്ട് പാഞ്ഞ് ചെന്നിട്ട് ഈ ശ്രുതിയെ പിടിച്ചിട്ട് പടപടാൻ തല്ലുക. ശ്രുതിയാണെങ്കിൽ വേദന കൊണ്ട് എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി അങ്ങോട്ട് അടിക്കണം. അപ്പോഴേക്കും ദേ സച്ചിയും രവിയും അതേപോലെ തന്നെ ശ്രീകാന്തും വർഷയും ഒക്കെ ഓടി വരണം. അയ്യോ, എന്ത് സംഭവിച്ചേ, എന്താ ഒരു കരച്ചിലിന് ശബ്ദം കേട്ടത്, ആരാത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേ ഇവള് ഇതാരാ അങ്ങനെ. അപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി, അയ്യോ എന്നെ തല്ലല്ലേ, ഇത് ഞാനാണ് ശ്രുതി. നീയോ? അപ്പോഴേക്കും സച്ചി കിടന്ന് പൊട്ടിച്ചിരിക്കണം. ആഹാ, കൊള്ളാലോടാ, എന്താണ് ഇത്, ഏതായാലും നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്, എന്താണ് ഇത് എന്നൊക്കെ ചന്ദ്രയും ചോദിക്കുകയാണ്. അയ്യോ അമ്മ, അത് പിന്നെ ഇന്നലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോൾ അകത്തേക്ക് നോക്കാൻ പോയപ്പോഴേക്കും ആരും കതക് തുറന്നില്ല, കതകെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എങ്ങനെയും കിടന്ന് ഉറങ്ങണ്ടേ, അതുകൊണ്ട് ഈ പുറത്ത് ഉണക്കാനിട്ട് നൈറ്റി എടുത്തിട്ട് ഞാനിവിടെ കിടന്ന് ഉറങ്ങിയെന്നേ ഉള്ളു എന്നങ്ങനെ ശ്രുതി പറയുകയാണ്. ഓഹോ, അത് ശരി, നിന്റെ പരിപാടിയാണിതല്ല അല്ലേ. അപ്പോഴേക്കും ശ്രുതിനോട് പറയുകയാണ്, നീ എന്താ നോക്കി നിൽക്കുന്നത്, നീ പോയി കോലം വരകടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മുറ്റം മുഴുവനും ചവറ. ഇതാണ് എല്ലാവരും ഞെട്ടിപ്പോണേ, ഇതെന്താണ് ഇത്രയും ചവറ് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ഈ ശ്രുതി പറയാണ്, അയ്യോ ശ്രുതിക്ക് കോലം വരക്കാനൊന്നും അറിയില്ലല്ലോ അമ്മേ, അപ്പോൾ പിന്നെ അവൾ എങ്ങനെയാണ് കോലം വരക്കുന്നത്, അവളെ കോലം വരക്കാൻ പഠിക്കട്ടെ, ഇങ്ങനെയല്ല പഠിക്കുന്നത്, അതുകൊണ്ട് അവൾ കോലം വരച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയാ. ഇത് കേട്ട ശ്രുതിക്ക് കലിയും വരികയാണ്. എന്താടി നോക്കി നിൽക്കുന്നത്, ആ ചവറൊക്കെ അങ്ങോട്ട് അടിച്ചു വാരടി. അപ്പോഴേക്കും അല്ല, ഇതെങ്ങനെ ഇത്രയും ചവറ്, അപ്പോൾ രേവതിയും പറയണേ, ഇതെന്താണ് ഇങ്ങനെ ചവറ് വന്നത്, അങ്ങനെ ചവറ് വരാനുള്ള സാധ്യത ഇല്ലല്ലോ, ഞാൻ ഇന്നലെയൊക്കെ നല്ല അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടാണല്ലോ പോയത്, പിന്നെ എങ്ങനെ ഇത്രയും ചവറ് വന്നത്. അപ്പോൾ സച്ചാണെങ്കിൽ അതെ, ഇവൻ്റെ പരിപാടിയായിരിക്കും, ഇവനായിരിക്കും ചവറെല്ലാം വിതച്ച് വിതറിയത്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഞാനൊന്നുമല്ല, അതേ അമ്മേ ഇവൻ തന്നെ ആയിരിക്കും, കാരണം ശ്രുതിയെ കൊണ്ട് പാടുപെടുത്തിക്കാൻ വേണ്ടിയാണ് ഇവൻ ആ ചവർ മുഴുവൻ അവിടെ വെതറിയത്, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. പൗഡറേട്ടത്തിയെ ദ്രോഹിക്കുകയാണ് ഇവൻ അമ്മയോടൊപ്പം ചേർന്നിട്ട്, സൂക്ഷിക്കണേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി കണ്ണും പിടിച്ച് ഈ ശ്രുതിയെ നോക്കിയാണല്ലോ. അയ്യോ ശ്രുതി അല്ല, ശ്രുതി ഇവൻ പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ്. അപ്പോഴേക്ക് ചന്ദ്ര, ഇല്ല അവൻ പറഞ്ഞ സത്യമാണ്, നീ തന്നെയാണ് ഈ ചവർ മുഴുവനും വെതറിയത്, അതുകൊണ്ട് ശ്രുതിക്ക് തന്നെ ഇത് പണി കൊടുക്കണമല്ലോ, എന്ത് നോക്കി നിൽക്കുകയാണടി ശ്രുതി, നീ പോയി അടിച്ചു വാരടി അത് മൊത്തം എന്ന് പറയാ. അങ്ങനെ ശ്രുതിക്ക് വേറൊരു നിവൃത്തിയില്ലല്ലോ, അങ്ങനെ ശ്രുതി പോയി അവിടെ മുഴുവനും അടിച്ചു വാരുകയാണ്. സച്ചിയും രേവതിയും അവിടെ നോക്കി നിൽക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയോട് പറയാണ്, രേവതി ഇത് നിനക്കിട്ട് തരാൻ വെച്ച പണിയാണ്, കാരണം നീയാണല്ലോ എന്നും കോലം വരക്കുന്നത്, അതുകൊണ്ട് ഇവൻ നിനക്കിട്ട് തരാൻ വെച്ച പണിയാണ്, പക്ഷേ ഇത് പൗഡറേട്ടത്തിയുടെ തലയിരുന്നു, അടിക്കട്ടെ നടുവടിഞ്ഞടിക്കട്ടെ പൗഡറേട്ടത്തിയെ ഭയങ്കര കലിപ്പില. ശ്രുതി നിന്റെ കഥ കഴിഞ്ഞു, ഏട്ടത്തിയെ ഭയങ്കര കലിപ്പില, അതുകൊണ്ട് നിനക്കിനി രക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ ഇവിടെ നിൽക്കുക. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ചവറ് മുഴുവനും അടിച്ച് വൃത്തിയാക്കി ഒരു മൂലൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുക. അതിനുശേഷം
ശ്രുതിയാണെങ്കിൽ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്താടി നോക്കി നിൽക്കുന്നത്, കോലം വരക്കടി അങ്ങോട്ട്. അങ്ങനെ ശ്രുതി അവിടെ നനച്ചിട്ട് കോലം വരക്കുക, ഇങ്ങനെ ഓരോരോ പുള്ളി 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 ഇട്ട് ഇങ്ങനെ ഓരോ ലൈൻ വരച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ രേവതി അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം രേവതിയാണെങ്കിൽ ഇതെന്ത് കാണിക്കുന്നത്? അപ്പം ചന്ദ്രയ്ക്ക് കലി വരികയാണ്, എന്താടി ഇത്, ഇങ്ങനെയാണോ ഈ കോലം വരക്കുന്നത്, മര്യാദക്ക് വരക്കടി. അപ്പോൾ ശ്രുതിക്ക് കലിയും കേട്ടോ, വരക്കുമല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ മനസ്സിങ്ങനെ പറയുകയാണ്, എന്താടി നീ കിടന്നിങ്ങനെ പിശിപ്പിക്കുന്നത്, മര്യാദയ്ക്ക് കോലം വരച്ചോ നീ, അല്ലെങ്കിൽ നിനക്ക് പച്ച വെള്ളം ഞാൻ തരില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി എന്തൊക്കെയോ കാട്ടി കോലം വരക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇവളൊരു കോലം വര, ഇവളെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്, കോലം വരക്കാൻ അറിയില്ല, ഒരു മണ്ണാങ്കട്ടെ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് കള്ളത്തരം കാണിക്കാൻ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറി പോവുകയാണ്. സച്ചിയും രേവതി ഇരുന്ന് പൂരെ ചിരിയാണ്. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഹാളിലിങ്ങനെ ഇരിക്കുകയാണ്. ഹാളിലിങ്ങനെ ഇരുന്ന് രവിക്കാണെങ്കിൽ ശ്രുതിയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സങ്കടം തോന്നുന്നുണ്ട്. എന്നാലും ഇങ്ങനെ വേണ്ടായിരുന്നു, ചന്ദ്ര ഇത്രയ്ക്കും ക്രൂരത ഇങ്ങനെ ശ്രുതിയോട് കാണിക്കണ്ടായിരുന്നു, വല്ലാത്തൊരു ക്രൂരതയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛാ ഇത്രയും നാൾ രേവതിയോടായിരുന്നു അമ്മയുടെ പോര് മുഴുവനും, ഇപ്പം രേവതിയോട് കുറച്ച് സ്നേഹമൊക്കെ കാട്ടി പൗഡർ ഇട്ടത്തിയെ തഴഞ്ഞങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എടാ ഇതൊക്കെ സത്യസന്ധമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛ എനിക്കറിയാം അച്ഛാ, ഇതൊന്നും സത്യസന്ധമല്ലെന്ന് എനിക്കറിയാം, ഇതൊക്കെ ആ പൗഡർ ഇട്ടത്തിയെ കാണിക്കാൻ വേണ്ടി അമ്മ കളിക്കുന്ന വെറും നാടകം മാത്രമാണ്, അതെനിക്കറിയാം അച്ഛാ. പക്ഷേ അമ്മ ഇവളോട് കാണിക്കുന്ന നാടകമാണെങ്കിൽ ആ ഒരു സ്നേഹമില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു അച്ഛാ എന്നിങ്ങനെ പറയുമ്പോൾ വർഷയും പറയാണ്, രേവതി ചേച്ചി ഇപ്പം നല്ല എൻജോയ് ചെയ്യുകയാണെന്ന് മനസ്സിലായി, ആ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സിലായി രേവതി നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ടല്ലേ. രേവതിയാണെങ്കിലും നാടകമാണെങ്കിലും ഞാൻ മനസ്സിലെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ മനസ്സിലും വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെയാണല്ലോ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്, ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതേ ഒരു കണക്കിന് പറഞ്ഞാൽ നല്ലതാണ്. അപ്പോഴേക്കും രവിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ഇത് പണക്കാരി കൊച്ചാണ്, ആ കൊച്ചിനിട്ടാണ് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്, അവൻ്റെ അച്ഛനോ ഇളയച്ചനോ ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മോശക്കേടല്ലേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നാലും ശരിയാവുള്ളൂ. അല്ല അപ്പം സച്ചി പറയുകയാണ്, രേവതി ഒരു ചായ ഇട്ടിട്ട് വന്ന് എല്ലാവർക്കും ഒരു ചായ ഇട്ടിട്ട് വന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ കയറേണ്ട താമസം, അമ്മ അവിടെ തന്നെ അടിച്ചോടിക്കും, അമ്മേ ശ്രുതിയാണ് ചായ ഇടാനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര വരികയാണ്, അതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചായ കിട്ടിയോ? ഇതെന്താ ചായ കിട്ടാതെ? ഇല്ല ഞങ്ങൾക്ക് ആർക്കും ചായ കിട്ടിയില്ലല്ലോ. ഇവളീ അടുക്കളയിൽ പോയി എന്ത് പരിപാടിയാ? അവളോട് ചായ ഇടാൻ പറഞ്ഞിട്ട് എത്ര നേരമായി, അവൾ ചായ ഇട്ടുകൊണ്ട് വന്നില്ലേ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ അതേ ശ്രുതി കുറേ പേർക്ക് ചായ ഇട്ട് വരികയാണ്. അപ്പം ചായ ഇട്ട് നിന്നിട്ട് കുറേ നേരമായില്ല ചായ ഇട്ട് വരാൻ, എല്ലാവർക്കും ചായ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചായ കൊടുക്കണം. അതെ എൻ്റെ സുതിമോനുള്ളത് ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് നേരെ ചന്ദ്രമോളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സച്ചി കുടിച്ചു കിട്ടതിൽ പാലുണ്ട് കറക്റ്റാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറയുകയാണ്. അങ്ങനെ ചന്ദ്ര നേരെ മേളിലേക്ക് കയറിപ്പോയി നമ്മുടെ ശ്രുതിക്ക് ചായ കൊടുക്കുകയാണ്. എന്താണ് ശ്രുതി നിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോ? കുളി കഴിഞ്ഞു, എങ്കിൽ പിന്നെ ചായ കുടിക്കടാ. അമ്മ അത് പിന്നെ എന്താടാ ഇന്നലെ തല്ലിയതിൻ്റെ വേദന നിനക്ക് ഇതുവരെ മാറിയില്ലേ, വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ വേദനയല്ലല്ലോ അമ്മ ഇവിടെ പ്രശ്നം, ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് പോയില്ലേ അമ്മേ, അതല്ലേ ഇവിടുത്തെ പ്രശ്നം, നാണം കെടാനുള്ള കാരണക്കാരനാരാ? നീ തന്നെയല്ലേ. അപ്പം നിനക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും, എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പറയുകയാണ്. അമ്മേ അതല്ല അമ്മേ, എന്തല്ല എന്ന് അമ്മേ ശ്രുതിയോടും മിണ്ടാതിരിക്കാനായിട്ട് എനിക്ക് ദേ മിണ്ടി പോകരുത്, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, ശ്രുതിയോട് മിണ്ടി പോകരുതെന്നല്ലേ, അതേപോലെ തന്നെ വേണം സംഭവിക്കാനായിട്ട്. അപ്പോൾ ശ്രുതി എല്ലാം കേട്ടുകൊണ്ട് ഒളിച്ച് നിൽക്കുകയും ചെയ്യാണ്. അമ്മേ അതല്ല അമ്മേ, സത്യം പറയടാ, നിനക്ക് അമ്മയാണ് ഇഷ്ടം ഭാര്യയാണോ? പറയടാ, നിൻ്റെ അമ്മയാണോ ഇഷ്ടം ഭാര്യയാണോ? ഇപ്പം പറഞ്ഞിരിക്കണം നീ, നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ഇടഞ്ഞപ്പോഴേക്കും അമ്മ അതെന്ത് ചോദ്യമാണ് അമ്മ ഇവിടെ ഇരുന്ന്, എനിക്ക് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പറ ഇത് എന്നെയാണോ നിനക്ക് നിൻ്റെ ഭാര്യയാണോ ഇഷ്ടമെന്ന് നീ ഇപ്പം പറയണം. അമ്മേ ഞാൻ ജോത്സ്യനോട് പോലും പറഞ്ഞെന്താ, എനിക്ക് എൻ്റെ അമ്മയെന്നല്ലേ ഇഷ്ടമെന്ന് പറഞ്ഞത്, എൻ്റെ അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് ഭൂമിയിൽ ആരുള്ളൂ, എനിക്ക് അമ്മയാണ് ഏറ്റവും ഇഷ്ടം. ആണല്ലോ, എങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം, നീ ശ്രുതിയോട് മിണ്ടാൻ പാടില്ല. ശരി, ഞാൻ അമ്മ പറയാതെ ശ്രുതിയോട് മിണ്ടുന്ന പ്രശ്നമില്ല, ഇനി അമ്മ എപ്പോൾ പറയുന്നോ അപ്പം മാത്രമേ ഞാൻ അവളെ കാണുകയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. എന്തതുപോലെ? മതി, എനിക്ക് അത്രയും മതി, നീയേ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്.
ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങി പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ എന്തൊക്കെയും തുടച്ചുകൊണ്ടിരിക്കണം. എടി 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 നിന്നോട് ഈ ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോടി, പിന്നെ എന്തിനു നീ ഈ ജോലി ചെയ്യുന്നത്? അതെ, ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങാതെ ഇറങ്ങി പോടി വേറെ ജോലി ചെയ്യാനായിട്ട്. അങ്ങനെ ശ്രുതി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ കാലി വന്നിട്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സച്ചിയെയും രേവതിയെയും കാണിക്കുകയാണ്. അപ്പോൾ സച്ചി പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. കാരണം നമ്മുടെ ശ്രുതിയാണെങ്കിൽ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സച്ചി ഞെട്ടിപ്പോയി. എൻ്റെ ദൈവം ഇത് എന്തേ കാണുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ രേവതി എന്താ സച്ചിയേട്ടാ ഇങ്ങോട്ട് വന്നേ, നീ ഒന്ന് നോക്കിയേ പുറത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കാറിരുന്ന് ഇങ്ങനെ കഴുകിയ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ ചമ്മി നിറഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ ഇതെന്തേ കാണുന്നത്? അയ്യോ പൗഡർ ഇട്ടത്തി ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു പൗഡർ ഇട്ടത്തി ഞങ്ങളോട് ഒരു മനസാക്ഷിയില്ലെന്നാ. പക്ഷേ ഇപ്പം മനസ്സിലായി പൗഡർ ഇട്ടത്തി നല്ല മനസ്സുള്ള സ്ത്രീയാണെന്ന്. അതുകൊണ്ടാണല്ലോ ഈ കാറൊക്കെ കഴുകുന്നത്. അപ്പം രേവതിയാണെങ്കിലും അതേ ശ്രുതി, നിന്നെ ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടോ, അതിനെല്ലാം ഒരുപാട് സോറി ഉണ്ട് കേട്ടോ ശ്രുതി. എടാ നിൻ്റെ തട്ടിപ്പെല്ലാം അവിടെ നിർത്തിയേക്കോ, എൻ്റെ അഭിനയം കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും കഴിക്കോ അതേ പൗഡർ ഇട്ടതി ആ ഡോറിൻ്റെ അവിടെയും കൂടി കുറച്ച് അഴുക്കുണ്ട്, അതും കൂടി ഒന്ന് കഴുകി കളയാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് കലി വരികയാണ്. പോടാ എന്നും വിളിച്ചുകൊണ്ട് ആ തുണി അവിടെ ഇട്ടിട്ട് നേരെ അകത്തേക്ക് കയറി പോകണം. അപ്പോൾ സച്ചിയാണെങ്കിൽ എന്നാലും പോടാന്നോ. അപ്പോഴേക്കും ദേ വരുന്നു ചന്ദ്ര ഇറങ്ങി വരികയാണ്. ചന്ദ്ര വന്നിട്ട് എവിടെ പോകുന്നു? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഡോറിൻ്റെ അവിടെ അഴുക്കുണ്ടെന്ന്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കയറിയാൽ മതി എന്നല്ലേ? പോയി കഴുകടി. അങ്ങനെ ശ്രുതി വീണ്ടും ആ കാറിൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് കഴുകുകയാണ്. സച്ചിക്കും രേവതിക്കുന്നത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ അയ്യോ അമ്മേ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി കഴുകുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ കഴുകുന്നുണ്ട്. അതേ കാറ് നോക്കിക്കണ്ടേ ഇപ്പം പളവളാന്ന് തിളങ്ങല്ലേ. ഇനി മുതൽ അവൾ നിങ്ങളുടെ കാറ് കഴുകിക്കോളും, നീ കഴുകണ്ട കാര്യമില്ല, ഈ ജോലികളെല്ലാം ഇനി അവൾ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോവുക. പക്ഷേ നമ്മുടെ രവി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രവിക്ക് അത് ഭയങ്കര ഒരു സങ്കടം തോന്നുക. അങ്ങനെ ശ്രുതി പറയുകയാണ് ഇതെല്ലാം വൃത്തിയായിട്ടുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അച്ഛാ ഇത് കണ്ടോ അച്ഛാ, പൗഡർ എടുത്തിയാ എൻ്റെ കാറ് മുഴുവനും കഴുകി തന്നത് കണ്ടില്ലേ, വെട്ടിത്തിളങ്ങുന്നത് നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടുണ്ട്. ഇനി മുതൽ കാറ് ഞങ്ങളൊന്നും കഴുകണ്ടെന്നും ശ്രുതിനെ കഴുകിക്കോളെന്നൊക്കെയാണ് അമ്മ ഓർഡർ ഇട്ടിരിക്കുന്നത്. അപ്പോഴേക്കും രവി ചോദിക്കുകയാണ് ഇത് എത്ര നാളത്തേക്കാടാ? ചിലപ്പോൾ അവൾ ഇന്ന് കഴുകും, ചിലപ്പോൾ നാളെയും കഴുകും. പിന്നെയോ അവൾ കഴുകില്ല. ഇതൊക്കെ അങ്ങോട്ട് മാറും സച്ചി. അയ്യോ അത് പിന്നെ അച്ഛാ ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ. ശരിയാണ് മനസ്സിലായി, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ മുഴുവനും നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ചന്ദ്ര എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. എപ്പോൾ വേണമെങ്കിലും അവളുടെ സ്വഭാവം മാറിയേക്കാം. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്നൊക്കെ രവിയും പറയുകയാണ്. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് നമ്മൾ ശ്രുതി ജോലികളെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ശ്രുതിയെ വിളിക്കുക. അപ്പോൾ ശ്രുതിക്ക് ആ കോള് വരികയാണ്. കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് എടുക്കാൻ ഒരു പേടി. ഇനി അമ്മ അങ്ങനെ അടുത്തുണ്ടെങ്കിൽ പണി വാളുമെന്ന് ശ്രുതിക്കറിയാം. വീണ്ടും വിളിക്കുകയാണ്. ശ്രുതി അവിടെ കട്ടാക്കി വിടുകയാണ്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഇവിടെ എന്താ ഫോൺ എടുക്കാത്തത്, ഞാൻ എത്ര നേരമായി വിളിക്കാവുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രയെ വിളിക്കുകയാണ്. അമ്മേ അതെ എന്നെ ഇപ്പോൾ ശ്രുതി വിളിച്ചായിരുന്നു. ശ്രുതി വിളിച്ചായിരുന്നോ? എന്നിട്ട് വിളി സംസാരിച്ചോടാ ചോദിച്ചപ്പോഴേക്കേ ഇല്ലമ്മേ ഞാൻ സംസാരിച്ചൊന്നുമില്ല. അല്ല അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ കോൾ എടുക്കാമെന്ന് വിചാരിച്ചു. വേണ്ട അവളുടെ കോൾ എടുത്ത് സംസാരിക്കേ വേണ്ട അമ്മ കുറേ നേരം ആയല്ലോ, അവളിങ്ങനെ വിളിക്കുന്നു, അപ്പോൾ ഒന്ന് എടുത്ത് സംസാരിച്ചേക്കാം. ചിലപ്പോൾ ഞാൻ വരാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് അവൾ വിളിക്കുന്നതായിരിക്കും. ആണോ? അങ്ങനെയാണെങ്കിലേ നീ എടുത്ത് സംസാരിച്ചോ. ആണോ അമ്മേ? താങ്ക്സ് അമ്മേ, പക്ഷേ ഇന്ന് നീ ഇങ്ങോട്ട് വരണ്ട. അയ്യോ അമ്മേ അതെന്താ അമ്മേ? അല്ല നീയല്ലേ പറഞ്ഞ നിനക്ക് കുറേ ലോഡുകളെല്ലാം ഇറക്കാനുണ്ടെന്ന്. അപ്പോൾ ആ ലോഡുകളെല്ലാം ഇറക്കട്ടെ, നീ ഇന്ന് അവിടെ കിടന്നാൽ മതി. അമ്മേ ലോഡുകൾ ഇളക്കാൻ ഇവിടെ ജോലിക്കാരുണ്ടല്ലോ, ഇവിടെ ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. നിനക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ട് നീ പഠിച്ചിട്ടില്ലേ സുധി? നീ അവിടെ നിന്ന് എല്ലാ കൈകാര്യങ്ങളൊക്കെ ചെയ്യണം. അമ്മേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാനെങ്ങനെ ഭക്ഷണം കഴിക്കും? നല്ലൊരു ഹോട്ടലിൽ പോയി വയറ് നിറയെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കടാ. നീ ഏതായാലും ഇന്നിങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. ശരി അമ്മേ,
അപ്പോൾ ഞാൻ ശ്രുതിയെ വിളിക്കാല്ലേ? തീർച്ചയായിട്ടും നീ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോ. പക്ഷെ ഒരുപാട് നേരം സംസാരിക്കാനായിട്ട് നിൽക്കരുത്. ഇല്ലമ്മേ, ഞാൻ ഒരുപാട് നേരം സംസാരിക്കില്ലമ്മേ, പെട്ടെന്ന് തന്നെ ഞാൻ വെച്ചോളാമേ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രുതി വീണ്ടും വിളിക്കുകയാണ്. ശ്രുതി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി എടുക്കുകയാണ്. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ ശ്രുതി, ഞാൻ എത്ര നേരം തന്നെ വിളിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാതെ ഇരുന്നത്? അത് പിന്നെ എന്താ കാര്യം, നീ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്, നിനക്ക് എന്ത് പറ്റി, എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പക്ഷേ ശ്രുതിക്ക് അവിടെ ഒന്നും പറയാനായിട്ട് പറ്റില്ല. ശ്രുതി പെട്ടെന്ന് തന്നെ സംസാരിച്ചിട്ട് ഫോൺ കട്ടാക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ്. ചന്ദ്ര രേവതിയെ രേവതി വിളിച്ചിട്ട്, രേവതി ഫുഡെല്ലാം റെഡിയാക്കിയോ എന്ന് ചോദിച്ചപ്പോഴേക്ക്, അമ്മ ഇപ്പം തന്നെ റെഡിയാക്കാം, അങ്ങനെയാണെങ്കിലേ ശ്രുതിക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ശ്രുതി ഇന്ന് വരില്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ടെന്ന് രേവതി ചോദിക്കുകയാണ്, അതെന്താ ശ്രുതി എന്താ ഇന്ന് വരാത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവരൊന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് ചന്ദ്ര പോവുകയും ചെയ്യാണ്. അപ്പോൾ ശ്രുതി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. രേവതി, എനിക്കും ഭക്ഷണം ഉണ്ടാക്കണ്ട കേട്ടോ. ശരി, ഓക്കെ, ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുകയാണ്. അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നി. ഇവർ തന്നെയാണ് എല്ലാത്തിനും കാരണം, ഇവരായിരിക്കുള്ളൂ ശ്രുതിയോട് വരണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മ പറയുന്നത് എന്തും അവൻ അനുസരിക്കും. ഇനി എന്നെ ബന്ധം ഉപേക്ഷിക്കാൻ പറഞ്ഞാലും അവനത് അനുസരിക്കും. അങ്ങനെ രവിയോട് കാര്യങ്ങളെല്ലാം പറയാണ്. മോളെ, നീ ഫുഡെല്ലാം റെഡിയാക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഫുഡെല്ലാം റെഡിയാക്കി. പക്ഷേ അദ്ദേഹത്തിന് ഫുഡ് റെഡിയാക്കേണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അദ്ദേഹം ഇന്ന് വരില്ലാന്ന്. ശ്രുതി വരില്ലെന്നോ? അതെന്ത് പറ്റി? അതൊന്നും അറിയില്ല. പിന്നെ പൗഡറേട്ടത്തെയും പറഞ്ഞ് പൗഡറേട്ടത്തേക്കും ഫുഡ് വേണ്ടായിരുന്നു. ദൈവമേ, ഈ ചന്ദ്ര എന്തിനുള്ള പുറപ്പാടായിരിക്കും? അവർ തമ്മിലുള്ള പിരിക്കാനുള്ള പരിപാടിയാണോ ചെയ്യുന്നത്? സച്ചിയാണെങ്കിലും അതെ അച്ഛാ, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്നൊക്കെ ഇവിടെയും പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.